everyone, welcome back to Mindas Entertainment World. Yes, Bazooka Kandu. Very stylish movie. മമ്മൂക്കയുടെ അടിപൊളി ലുക്ക്. ഈച്ച് ആൻഡ് എവറി ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ എൻഡ് വരെയും ഓരോരോരോ മമ്മൂക്കയുടെ ലുക്കും അത്ര ഒരു ഫാഷൻ സെൻസിൻ്റെ ഒരു ലൈക്ക് റിയൽ ഡെഫിനേഷൻ മാറിയായിരുന്നു. ഡീനോ ഡെന്നിസ് ദ ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് എല്ലാം ഹീസ് വൺ. ഫസ്റ്റ് ടൈമാണ്. യു വിൽ നെവർ ഫീൽ ദിസ് മൂവി ഈസ് ഡൺ ബൈ എ ഡെബ്യൂട്ടൻ ഡയറക്ടർ. ഒരിക്കലും ഒരു പോയിന്റിലും ഇതൊരു പുതിയൊരു ഡയറക്ടറോ പുതിയൊരു റൈറ്ററോ ആണ് ഇതിനെ പ്രസൻറ്റ് ചെയ്തതും ഇതിൻ്റെ ഓരോ സ്ക്രീൻ പ്ലേയും ഇതിൻ്റെ ഡയറക്ഷനും ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുകയില്ല. എല്ലാ ആക്ടറിനെയും വളരെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഗൗതം വാസുദേവ് മേനോൻ ആൻഡ് ഹിസ് ടീംമേറ്റ്സ്. ദർ 4 ടീംമേറ്റ്സ് ഇൻ ഗൗതം വാസുദേവ് മേനോൻ ആസ് ട്രെയിലറിലും അതുണ്ട്. മമ്മൂക്കെ വെൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മമ്മൂക്കയുടെ കൂടെ ഒരു ക്യാരക്ടർ ഉണ്ട്. വൺ മോർ ക്യാരക്ടർ ഇസ് ദർ. ഹി ഈസ് ഓൾസോ വെരി പ്രൊമിനൻറ്റ് ഇൻ ദിസ് മൂവി. ഹി വാസ് ഓൾസോ വെരി വെൽ ക്യാരക്ടറൈസ്ഡ്, പിക്ചറൈസ്ഡ്. ഇതിൻ്റെ പറയാൻ പോയാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോണറാണ്, ഒരു ഗെയിമിംഗ് ജോണറാണ്. നമ്മൾക്ക് ഇതിൻ്റെ ആദ്യ സീൻ മുതൽ ഒരു എന്താ പറയുക, നല്ലൊരു തോട്ടിനെ ഒരു എവിടേക്കോ കുറച്ചും കൂടി നന്നായി പ്രസൻറ്റബിൾ, അല്ലെങ്കിൽ അതിൻ്റെ ലൈക്ക് ഇതിൻ്റെ റൈറ്റിംഗ് അടിപൊളിയാണ്. ലൈക്ക് ദ ഡെപ്ത് ഇൻ ഇറ്റ്, ദ വേരിയേഷൻസ്, അതിൻ്റെ ഒരു പ്ലോട്ടുകൾ, എഴുതിയ പ്ലോട്ടുകളൊക്കെ അടിപൊളിയാണ്. ബട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ എവിടേക്കോ ലാക്ക് ചെയ്തൊരു തോന്നൽ നമ്മൾക്ക് ആദ്യം മുതലേ ഉണ്ടാകും. കാരണം ദ വേ ആ സ്റ്റോറീനെ നമ്മൾക്ക് ഒന്നൊന്നായി തുറന്ന് റിവീൽ ചെയ്ത് പോകുന്നതും കുറച്ചൊരു ലാക്ക് ഓഫ് പ്രസൻറ്റേഷൻ അല്ല, ഒരു ലാക്ക് ഓഫ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റീനെക്കാട്ടിലും കൂടുതൽ നമ്മൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഓരോരോ റിവീലിങ്ങിലും ഓരോരോ അതിലും നമ്മൾക്കൊരു എഫക്റ്റ് വരുന്നില്ല. ബട്ട് ആൻഡ് മെയിൻലി ഇതിൻ്റെ കുറച്ച് ലെങ്ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചില സീൻസ് അതിൻ്റെ എത്തേണ്ടത് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ഇസ് വെരി ഗുഡ്. ആ സീനിൻ്റെ മോറൽ, ആ സീൻ എന്തിനാണ് അവിടെ എന്നൊരു കാരണം നിർബന്ധമായിട്ടും ആ സീൻ അവിടെ വേണം. ബട്ട് ആ സീനിനെ ആ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് ലെങ്ത്ത് ചില സീൻസിൻ്റെ വളരെ കുറയ്ക്കായിരുന്നു. അതൊരു നെഗറ്റീവ് പോയിന്റ്. ആൻഡ് ക്ലൈമാക്സ് ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ യു വിൽ സീ ടോട്ടലി ന്യൂ മൂവി ഇൻ ദിസ്. കാരണം ആദ്യ ഒരു 1.5-2 മണിക്കൂർ കണ്ട മൂവിയേ അല്ല അടുത്ത അവസാനത്തെ അരമണിക്കൂർ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ എല്ലാ ക്യാരക്ടറെയും ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ പ്രസൻറ്റ് ആവും. അതാണ് ഈ മൂവിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ്. സഡൻ ജമ്പാണ്. നമ്മൾ ഒരു നോർമൽ ആവറേജിനെ, ഒരു അബോവ് ആവറേജ് നോർമൽ ഗോയിങ് മൂവിനെക്കാട്ടിലും അവസാനത്തെ ഹാഫ് ആൻ അവർ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ മൂവി മാതിരി ഒരു നെക്സ്റ്റ് ലെവൽ ജമ്പാണ്. അതൊരു ക്യാരക്ടറൈസേഷൻ്റെ കാരണം. മമ്മൂക്കയുടെ ക്യാരക്ടർ ആയാലും പോലീസ് ക്യാരക്ടർ ആയാലും പിന്നെ ഒരു ക്യാരക്ടർ സ്പെഷ്യൽ അപ്പിയറൻസ് വരുന്നുണ്ട്. അതിലൊരു എങ്ങനെയാണ് ആ സ്പെഷ്യൽ ക്യാരക്ടർ എങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ആയത്. ഇതിൻ്റെ ആ ഗെയിമിംഗ് ജോണർ പുതിയ ജോണറിൽ എടുത്തൊരു വെരി ഗുഡ് എക്സ്പെരിമെൻ്റൽ പടമായാലും അതിൻ്റേതായ ഒരു എസെൻസ് ഇതിലുണ്ട്, എഫക്റ്റ് ഉണ്ട്. വെരി ഗുഡ് മൂവി, ഒരു പുതിയ ജോണറിൽ സ്റ്റൈലിഷ് മൂവി ആൻഡ് വെരി വെൽ പ്രസൻറ്റഡ്. താങ്ക് യു.